അൻസാറേ, എടാ നമ്മളെ 18-ാം തീയതിയത്തെ സെമിനാറിന് പിന്നെ നമ്മൾ 3 ബാനറല്ലേ പറഞ്ഞത്. അപ്പോൾ അത് 3 മാറ്റിയിട്ട് 5 എണ്ണം വേണം. 5 എണ്ണം വേണോടെ? ഞാൻ പയ്യനെ വിളിച്ച് പറ. ആ ഓ വിളിച്ചിട്ട് എന്താ ഓക്കെ ആയിട്ട് എന്നെ വിളിക്കണേ. ഓക്കെ. എന്താ കിണിക്കണേ? അയ്യോ, എന്ത് ഉണക്ക പാർട്ടിക്ക് സെമിനാറാണേ. ഡേ, ഞങ്ങളുടെ പാർട്ടി ഉണങ്ങിയതാ മെലിഞ്ഞായാലും നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിനക്ക് വേറെ ഒരു പണിയില്ലേടേ? എനിക്ക് വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ കേട്ട് ചിരിച്ചു പോയതാണ്. ഉണക്ക പാർട്ടിക്ക് സെമിനാർ പോലും. നീ കൂടുതൽ ഉണക്കണ്ട കേട്ടാ. വേറെ ഒരു പണിയില്ല. അല്ല, അതേനാ ഞാൻ ചോദിക്കണത്. ഞാൻ അന്തസ്സായിട്ട് പണി ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. അന്തസ്സായിട്ടൊരു ജോലി ജീവിക്കുന്നവരാണ്. ആ ജോലിയുടെ അന്തസ്സ് കളയണ നീ ഒറ്റടുത്തനാണ്. ബാക്കിയുള്ളവർക്കൂടെ പേര് ദോഷം ഉണ്ടാക്കാനായിട്ട്. നീ പത്രം വായിക്കായിരുന്നു, പത്രം വായിക്കണം. അത് ആ പണി കേട്ടാ. ഞാൻ കാശ് കൊടുത്ത് ഞാൻ വരുത്തുന്ന പത്രം എന്റെ വീട്ടിന് തിണ്ണേരുന്ന് ഞാൻ വായിക്കും. നിനക്ക് തരാൻ കുഴപ്പം? നട്ടുച്ചയ്ക്ക് ഉച്ചയ്ക്കും ചിലപ്പോൾ രാത്രി 12 മണിക്ക് ഇരുന്ന് വായിക്കും. ഉച്ചക്കർക്കുള്ളവന്മാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. മാന്യമായിട്ടുള്ളവർ രാവിലെ വായിക്കും. നീ നിന്റെ നീ അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് ചൊറിയാൻ വന്നത്? എന്ത് ഞാൻ ചൊറിഞ്ഞ്? നിനക്ക് ഞാൻ നല്ല കവളി മടൽ വെട്ടി തരാടാ. നീ നാക്ക് മേടിക്കും. നിന്റെ നാക്കിന് അത്ര ചൊറിച്ചിലാണെങ്കിൽ. നാട്ടു നടപ്പുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഇപ്പൊ എന്താണ് തെറ്റ്? ഞങ്ങളെ പാർട്ടി നീ അത് പിടിക്കണ്ട കേട്ടാ. ഞങ്ങളെ ഉണക്കെയാണ് ലൂക്കിലാണ് എന്തായാലും നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നീ പാർട്ടി നീ അതിലേക്ക് സംഭാവന തന്നെ നിന്റെ സമ്പാദ്യം ഒന്നും എടുക്കണല്ലോ. ഓ നീ നിന്റെ പാർട്ടിക്ക് ഞാൻ സംഭാവന ചെയ്യാൻ പോണേ. നീ ഭയങ്കര കുറവിടെ ഉള്ളു. നീയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നീ അധികം വെള്ളച്ചിലെടുക്കരുത്. എന്നെ സ്ഥലം മാറ്റും മാറ്റല്ലേ നീ ഇനി പറച്ചിട്ടുണ്ട്. നീ കുറെ മാറ്റിട്ടുണ്ട്. നടക്കുമല്ലോ നിനക്ക് മനസ്സിലായല്ലേ? ഞാനേ അളിയെന്നുള്ള ഒറ്റ പരിഗണനയില് എന്ത് ഒരു കാര്യം അതെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? എന്ത് ഞാൻ ഇവിടെ ഇരുന്ന് പത്രം വായിക്കും. നിനക്ക് എന്താണ് കുഴപ്പം? അത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും, രാത്രി ആയിരിക്കും, സ്റ്റേഷനിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചപ്പോ മുതൽ ചോദിക്കണതാ. അധികം അല്ല നിന്റെ ഉച്ചക്കറിൽ ആരും ഇടപെടൂല. എന്റെ ഇടപെടേണ്ട കാര്യം എന്റെ വീട്ടിൽ ഞാൻ നീ കൊണ്ടുപോയാൽ ഉച്ചയ്ക്ക് പത്രം നീ പറയണത് കുഴപ്പമില്ല. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ പാർട്ടിയെ കുറിച്ച് പറയണ്ട വേറെ അല്ല പറയണ അല്ല. ഇതെന്താ അമ്മാവനും അമ്മായിയോ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. മുന്നറിയിപ്പോ കുറച്ച് ദിവസമായിട്ട് മനസ്സിനൊരു സുഖമില്ല മോളെ. അവിടെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് മോനെയും കളിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് ദിവസം അങ്ങ് പോവാന്ന് വിചാരിച്ചു. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞും പോകണ്ട, ഇവിടെ നിന്നോ. നീ ഇന്നങ്ങ് പോകുന്നില്ലേ? പോണമ്മായി, ഒരുപാട് തിരക്കിട്ട പരിപാടികളുണ്ട്. കുട്ടികളൊക്കെ എവിടെ? എടി അവൻ കരണെങ്കിൽ കൊണ്ട് തരും, പാലും എടുക്കാം. എന്താടി 2 എണ്ണം ചമ്മിയും കൊണ്ടിരിക്കണ്? അതിപ്പോ ഇവിടെ ഒരു മാറ്റിനി ഉണ്ടായേ, അതിന് ഷോയ്ക്ക് ആളെ കിട്ടിയില്ല. അതിന്റെ അത് ശരി. ഇപ്പൊ മാറ്റിനി ഉണ്ടോ? ഓ തുടങ്ങി നോക്കിയതാ, പക്ഷെ ഏറ്റില്ല. ഓ അത് ഈ കാലത്ത് വൈകിട്ട് മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ. ഉച്ചക്കായ പിന്നെ എങ്ങനെ ഓഡിയൻസിനെ കിട്ടാൻ? പിന്നെ എന്തായി? എന്താ അമ്മായിക്ക് മനസ്സിന് സുഖമില്ലാന്ന് പറഞ്ഞു? അവളുടെ ചേച്ചി ഉണ്ടല്ലോ, അവൾക്ക് സുഖമില്ല. എറണാകുളത്തെ അവളുടെ മകനും മരുവളും ഇറങ്ങി പോവാനൊക്കെ പറഞ്ഞ് അയ്യോ ആരും ഇല്ലെന്ന് പറഞ്ഞ് ആകെ കരച്ചിലും പിഴിച്ചിലും. അങ്ങനെ ഇവിടെ ചെന്നിട്ട് എന്തൊക്കെ പറഞ്ഞാണ് സോൾവ് ആക്കിയത്. ഒരുവിധം ഇപ്പൊ അവരെന്നെ കൂടെ താമസിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ശേഷം വീട്ടിൽ വന്ന് അവള് പറയും, ചേച്ചിക്ക് മക്കളുണ്ടായിട്ട് ഇതാണ് അവസ്ഥ, നമുക്ക് മക്കളൊന്നുമില്ല, നമ്മളെന്താവും പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കല. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പോലെ എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, 4 ദിവസം അടിച്ചു പൊളിക്കാൻ അങ്ങോട്ട് വാന്നും പറഞ്ഞ് കൂട്ടിയിട്ട് വന്നാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് അമ്മായി നമ്മളിന്ന് സന്തോഷത്തിൽ ആറാടിക്കും. ഇന്ന് ഫുള്ള് എന്റെ ചെലവാണ്. ആവശ്യമൊന്നുമില്ല.
അപ്പൊ ചിക്കൻ മേടിച്ചാ പോരെ? ചിക്കനും മലക്കറിയൊക്കെ ഞാൻ പോയി മേടിച്ചോണ്ടിരാ. മീൻ മേടിക്കണം കേട്ടോ. അതെ, മീൻ മേടിക്കും. അമ്മാവനും അമ്മയും നിനക്ക് മാത്രമുള്ളതല്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല. അതല്ല അങ്ങനെയൊന്നും വേണ്ട. വാ, നമുക്ക് ഇല്ല ഇല്ല, അൻസാർ ഇച്ചിരി കഴിയുമ്പോൾ വരും. ഞാനും അൻസാറും കൂടെ പോയി വേണ്ട എല്ലാം മേടിച്ചു. എന്താ മീൻ വേണോ, ചിക്കൻ വേണോ? ഞാൻ ഇപ്പൊ എന്തായാലും വേണ്ട, വലിയ പൊന്ന് ഇറങ്ങുന്നുണ്ടല്ലേ. കൂട്ടുകാരാ, പോലീസുകാരാ, വേണ്ട, ഞാൻ മേടിച്ചോളാം. അതെ, നിങ്ങൾ തർക്കിക്കേണ്ട, അവൻ തന്നെ മേടിച്ചോട്ടെ, കാശ് ഞാൻ തരാം. അമ്മാവാ, ഇങ്ങനെ കൊച്ചാക്കല്ലേ തന്നെ കേട്ടാ. ക്ലീറ്റോ ഒരുപാട് പൈസ കണ്ടത് തന്നെ. കണ്ടത് കണ്ടോട്ടെ, ക്ലിറ്റോണിൽ പൈസ ഉണ്ടോ? അയ്യോ എൻ്റെ പൊന്നു മോളെ, നീ എനിക്ക് ആ ഇടാനുള്ള ഷർട്ടൊന്നും അല്ലേ വേണ്ട, ഞാൻ തന്നെ തേച്ചോളാം. ആ, അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ രണ്ടുപേരോട്. ദേ, അമ്മായിക്ക് മനസ്സിന് സുഖമില്ലാതെ വന്നേക്കുന്നതാണ്, അതിന് കുറച്ച് സ്വസ്ഥത കൊടുക്കണം. ഓ എൻ്റെ അമ്മോ, പറഞ്ഞ കേട്ടല്ലോ, നീ അറിഞ്ഞില്ല എന്നല്ല. അമ്മ എല്ലാം സെറ്റ്, അമ്മ നമ്മളെ ഹാപ്പി ആക്കും. ഓ ഓ വാടാ. എന്തിന് അവരുന്നില്ല? രണ്ടുപേരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കേൾക്കണം, കേട്ട് പരിഹരിക്കാൻ ആളുണ്ടാവണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. അതല്ല വന്നിട്ട് കുറ്റപ്പെടുത്തല്ല വേണ്ടത്, അത് കൂടെ ചേരണം. ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്താണ് ഏതാണ് എന്ന് ചോദിക്കാനുള്ള മനസാക്ഷിയാണ് ആൾക്ക് വേണ്ടത്. എടാ, അതിന് പ്രശ്നം ഉണ്ടാവണ്ടേ? അല്ല, ഞങ്ങളിവിടെ തർക്കിച്ചപ്പോൾ ആരും ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ തർക്കിച്ച പോലെയല്ല ഇപ്പൊ എനിക്ക് തോന്നിയത്. ചേച്ചി എഴുതി. എഴുതി കഴിഞ്ഞോ? 4 പേജില്ലായിരുന്നോ? 4, അത് 3 ഉള്ളൂ. എവിടെ? ആ, എന്നൊരു കാര്യം ചെയ്താ ഇപ്പോഴത്തെ ഉണ്ടല്ലോ ഇവിടെ അടുത്ത അത് എഴുത്. അത് 3 പേജുണ്ട്, അത് എഴുതിക്കോ അപ്പുറത്തെ പേജിലെ. ആ, ഞാൻ ചേച്ചി എഴുതി പോലെ. ആ, അങ്ങനെ എഴുതിക്കോ. അടുത്ത എഴുത്. ആ, 2. ആ, ഗുഡ് ഗേൾ. ഏയ്, അടുത്ത എഴുതിക്കോ. ആ, ഓക്കെ, അടുത്ത. എന്താണ് ഇവിടെ പരിപാടി? ഇവരെ പഠിപ്പിക്കണത്. പഠിക്കുന്നു. ഇവിടെ പഠിപ്പിക്കാൻ ഇവരുടെ നീ ടീച്ചറാ? Yeah. ട്യൂഷൻ Yeah. ഫീസ് വല്ലതും തരുമോ നിന്റെ മാമേ? സേവനം. ഡാഡിയുടെ മോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ല, ഇവിടുത്തെ മുതിർന്നവരൊക്കെ എവിടെ? മുതിർന്ന മാമിയും അമ്മൂമ്മയും അകത്തുണ്ട്. മാമനും അപ്പൂപ്പനും നമ്മളെ വീട്ടിലുണ്ട്. അവിടെ? ഓ, അപ്പൊ കുടുംബക്കാരെല്ലാരും അവിടെ. Yeah. ആ, എഴുത്. ഡാഡിയുടെ തക്കുടി ചെറുക്ക് ഇവിടെ വന്നേ നോക്കിയേ. ഡേ തക്കുടി. ഡാഡി ഡാഡി തക്കടേ. അവരെ ഞങ്ങളെയും എടുത്തു. എടുത്താ? എടുത്തു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇതിന്റെ മൂത്തയല്ലേ കെട്ടിച്ചിടാനുള്ള, അതിനെ നിങ്ങൾ ഇങ്ങ് എടുത്തു, എന്നിട്ട് ഇതിനെ ഞാൻ അതിനെ നീ കെട്ടിച്ചു വിട്ടാ മതി. അയ്യടാ, ഇതേ അതിലും നിനക്ക് പിശുക്ക. അയ്യോ, അതൊന്നും അല്ല. ഇതിനെ നമുക്ക് റെഡിയാക്കിയിട്ടാണോ മുദ്രാവാക്യം വിളിപ്പിക്കും. ഇത്തിരി ചിക്കനും ഉണ്ട്, പച്ചക്കറിയൊക്കെ ഉണ്ട്, രാത്രിയത്തേക്ക് വേണ്ടേ? ആ, ഇപ്പൊ തങ്കം കുറെ സാധനങ്ങൾ പറഞ്ഞ അതെല്ലാം മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇത്രയും മതി. വേറെ എന്തുകൊണ്ട് സ്പെഷ്യൽ എന്തുകൊണ്ട്? ഉച്ചക്കത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. അമ്മാവന് മീൻകറി ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോ ഇത് ഞാൻ അവിടെ വെച്ചേക്കാം. അവിടെ ഒരു കല ഇരിപ്പുണ്ട്, അതിലേക്ക് ചിക്കൻ ഒന്ന് ഇറക്കി വെച്ചേക്ക്. വല്ല പൂച്ചയും വന്ന് പൂച്ചയ്ക്ക് കൊടുക്കാനില്ല. കൊച്ചിനൊരു ചിക്കൻ കാല് കൊടുക്കണം ഇന്ന്. ഒരു കുഞ്ഞും കൂടെ ആയപ്പോ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ കൂടി ഭയങ്കര ഇതായല്ലേ. എന്ന് തോന്നണ്. ഇവിടെ ചക്കരെ ഞങ്ങൾ വന്നപ്പോ ഡാഡിക്ക് ഉത്തരവാദിത്തം വന്നല്ലേ? അതെ. നിങ്ങളിങ്ങനെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പോലീസ് പണി പറഞ്ഞ നിസ്സാരെന്ന് കരുതി അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. സമയത്ത് നിനക്കറിഞ്ഞൂടെ അച്ഛൻ എങ്ങനെയായിരുന്നു? ഞാൻ വെറുതെ പറഞ്ഞു. അവര് പറയുന്ന അനുസരിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ. മേലുദ്യോഗസ്ഥന്മാർ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ജീവിക്കണം നമ്മൾ. അതിനനുസരിച്ച് പെരുമാറാൻ പറ്റുള്ളൂ. എപ്പോൾ വിളിച്ചാലും ചെല്ലണം നമുക്ക്. സാധാരണ ഉദ്യോഗസ്ഥർക്കാണ് രാവിലെ വീട്ടിൽ വൈകുന്നേരം വീട്ടിൽ പോകാം. നമുക്ക് എങ്ങനെയാണ്? രാത്രി ഒന്നുമില്ല, പകലൊന്നുമില്ലാതെ. സോറി. ചിലപ്പോൾ എനിക്ക് വിഷമം വരും അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേനും. ഞങ്ങളുടെ ചെറുതിലെ രാവിലെ ഡ്യൂട്ടി, രാത്രി ഡ്യൂട്ടി, ചിലപ്പോൾ രാവിലെയും രാത്രിയും ഡ്യൂട്ടി. അന്നും കാണാനൊത്തില്ല, അല്ലാത്തപ്പോഴും. നമ്മൾ ഉറക്കം എഴുന്നേക്കണ മുമ്പേ അച്ഛൻ പോകും. നമ്മൾ ഉറങ്ങാൻ കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വരും. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ കണ്ടില്ല, ഞാൻ എങ്ങനെ മാക്സിമം എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന്. അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലായിരുന്നല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്നത് തന്നെ ഇതുകൂടെ കൊണ്ടാണ്, വീട്ടുകാരെല്ലാവരും കാണാൻ. പക്ഷെ നീ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്ന തലവേദനയാണ്, അത് പറയാതിരിക്കാൻ വയ്യ.
ഞാൻ ഒരു അച്ഛൻ വന്ന പോലെ അല്ല നീ വരുന്നത്. ഞാനൊരു ഫോഴ്സിനങ്ങ് തള്ളി വെച്ചതാ. അപ്പം നീ അതിനൊരു സെന്റിമെന്റ്. അതെ, അവനുള്ളൊരു കുഴപ്പം എന്താ പറയുക, ഈ സ്റ്റേഷനിൽ എല്ലാവരോടും ചാടി കളിച്ച് കളയുന്ന പോലെ വീട്ടിൽ വന്നാലും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എൻ്റെ അച്ഛനെ തന്നെയായിരുന്നു സ്വഭാവം. എൻ്റെ ആങ്ങളായതുകൊണ്ട് ഞാൻ അവളുടെ മുമ്പിൽ വെച്ച് പറയണില്ലെന്നേ ഉള്ളൂ. ശരിക്കും ഇവനെ സഹിക്കണതിന് ആ പെണ്ണിന് അവാർഡ് കൊടുക്കണം. അങ്ങനെയാണ് ക്ലീറ്റോനെ സഹിക്കണതിന് അണക്ക് അവാർഡ് തരുന്നുണ്ട്. ആരും തരുന്നില്ലല്ലോ. അത് വേണം, അത് നമ്മൾ പറയണം. അത് നമ്മൾ പറയുമ്പോ അതിന് ഇട്ട് തരുന്നതാണ് ഇങ്ങനെ ഓരോ നമ്മൾ ഇട്ട് തരും. അപ്പൊ നമ്മൾ അതിൽ കയറി പിടിച്ചോ സമ്മതിക്കണോലടി, നീ ഒരു വലിയ പുണ്യമാണല്ലോ ചെയ്യണതെന്നൊക്കെ പറയണം. എന്നിട്ട് എന്താ അതാര് വരുത്തി വെച്ചതാണ്? ഇപ്പൊ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവള് പറഞ്ഞതിലും കാര്യമില്ല. നീ തന്നെ അവനെ അല്ലല്ല, അതാരാ വരുത്തി വെച്ചത്? ഇത് ഇങ്ങോട്ട് നോക്കിക്കോ. ഞാൻ പിന്നെ അത് കുറ്റം. അതെ, ലില്ലിനെ നീ ഒരിക്കലും കുറ്റം പറയും. ഇപ്പൊ നീ തന്നെ അവന് ഒരു സമയത്ത് ഓരോന്നിനും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കുറ്റം പറയണം. അപ്പൊ അവന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവള് ഇങ്ങനെ പറയണത് എന്താ തെറ്റ്? അല്ല, അവള് പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ തർക്കിക്കുന്നില്ലല്ലോ. അങ്ങനെ അവളെ കുറ്റം പറയുന്നത് ആര് തർക്കിക്കുന്നില്ല? ഞാൻ ലോകത്താകെ തർക്കം നിന്റെ കെട്ടിയെടുത്ത് മാത്രം. ആര് തർക്കിക്കുന്നില്ല? ഏടാ ലേശം ഉളുപ്പ്, ലേശം. ഞാൻ സത്യം പറ. അല്ല, ഈ കുടുംബക്കാരുടെ കൂട്ടച്ചർച്ചയുടെ ഇടയ്ക്ക് വരുത്തന് വന്ന് കയറാമോ? അല്ല, ഇന്നത്തെ ചർച്ചാ വിഷയം ഞാൻ തന്നെയാണോ? അല്ല, ഇന്ന് നീ അല്ല. സമാധാനം, എന്തെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടല്ലോ. അല്ല, വേണമെങ്കിൽ പിടിക്കാം. നിനക്ക് നാക്ക് ചൊറിയണത് എനിക്ക് മനസ്സിലായി. അതെടുത്ത് കാപ്പി വേണോ? കട്ടൻ ചായ വേണോ? കിട്ടിയാ കുടിക്കും. തണുത്തിട്ടുണ്ട്, അതിന് ചൂടാക്കി എടുക്കാം. പാവത്തിനൊരു ഘട്ടം കൊടുറേ. അല്ലടാ, നീ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് എന്താ കൈ വീശിയത്? എല്ലാം മേടിച്ച് കൊടുത്ത് അവിടെ സെറ്റാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പൈസ ഒക്കെ തന്നെ. അതെ, ഞങ്ങൾ പൊതുപ്രവർത്തകർ പോയി നിന്നിട്ടിങ്ങനെ മീശ പിരിച്ച് കാണിച്ചാൽ സാധനമൊന്നും കടക്കാർ ഫ്രീ ആയിട്ട് തരില്ല. ഞങ്ങൾ കാശ് തന്നെ കൊടുക്കണം. എന്തായാലും നന്നായാലേ. നീ ആദ്യമായിട്ട് അങ്ങോട്ട് കാര്യം ചെയ്തല്ലോ. ഓഹോ, സഹിക്കണ്ടല്ലേ? ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇത് ചൂടോടെ കുടിച്ചാൽ നാക്കിനും തൊണ്ടയ്ക്കും ഒക്കെ നല്ലതാണ്. ചൊറിച്ചിൽ മാറുകയാ. കുടി എടുത്ത്. അയ്യോ അല്ലേ, നമുക്ക് ഞാൻ പറയല്ലേ, ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് പാട്ടൊക്കെ പാടി അമ്മയെ സന്തോഷം. അതാണ് സന്തോഷം. അല്ലടാ, ഇങ്ങനെ സന്തോഷിച്ചാൽ മതിയോ? പിന്നെ നമുക്കൊരു ചെറുതൊക്കെ എടുത്തിട്ട് സന്തോഷിച്ചാലും. എന്താ ചെറുതാ? അയ്യോ എന്നാ നീ പൊയ്ക്കോ. ഞാനിവിടെ പോവാൻ. അല്ല, അപ്പുറത്ത് സാധനം എല്ലാം കൊണ്ട് അവിടെ വെച്ച് കൊടുത്ത് ഞാൻ ലില്ലിയിടയിൽ. നീ അവിടെ പോയി ഒരു കൈ സഹായിക്കും. കൊച്ചും അവിടെ നിൽക്കുന്നുണ്ട്, പിള്ളേരെല്ലാം അവിടെ നിൽക്കുകയല്ലേ. അവിടെ എല്ലാവരും പോയിട്ട് വരാം. ഓ ചായ കുടിച്ചിട്ട് നീ പെട്ടെന്ന് എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ ഈ എറണാകുളത്തെ മറ്റേ പഴയ വിഷമ അമ്മയുടെ അതൊക്കെ പറയുമായിരുന്നു. പാവം. ചെറുത് മേടിക്കാറ കുറെ ദിവസമായില്ലേ, അപ്പൊ ഇതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ വന്നത്. ആടി നിർത്തി, എനിക്ക് താല്പര്യമില്ല. ഞാനും കുറേ നാളായി നിർത്തി വെച്ചേക്കണം. പിന്നെ അമ്മ അത് ഒഴിച്ചിട്ട് വേറെ എന്ത് കാര്യം വേണേലും അമ്മ പറഞ്ഞു. നീ പോയില്ലേ? ഞാൻ മറ്റേ വലിയ ഉരുളി വേണമെന്ന് പറഞ്ഞ ചിക്കൻ വെക്കാൻ. എന്താ പറഞ്ഞോണ്ടിരുന്നേ? നീ ഉരുളി എടുക്കാൻ വന്നാ ഉരുളി എടുത്തിട്ട് പോ. നീ പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണത്? അല്ല, മറ്റേ എന്താ ക്ലീറ്റ പറഞ്ഞ അത് ഒഴിച്ചിട്ട് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം. ഉരുളി ഇവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും എടുത്തിട്ട് പോവാ. അല്ല വേറെ എന്തോ ആണ് പറഞ്ഞോണ്ടിരുന്നത്. മൂന്നിന്റെ മുഖത്ത് കള്ളത്തരമുണ്ട്. എന്റെ മൂന്നിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ കണ്ടത്? നിന്റെ പുറകിന്ന് കണ്ടാലും മനസ്സിലാവും. ഒന്നുമില്ല, അതൊക്കെ നീ പൊയ്ക്കോ. ആ പറച്ചിലുണ്ട്. പറ, ഞാൻ പോണില്ല, അത് അറിഞ്ഞിട്ടേ പോണുള്ളൂ. അതെ, ക്ലീറ്റൊക്കെ വിളറിയിരിക്കുന്നുണ്ടോ? അത് ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നതിന്റെ വളർച്ച. പറഞ്ഞോ, ഞാൻ പോകുന്നില്ല. അതെ, എന്തായാലും ഇന്ന് ചിക്കനൊക്കെ പ്ലേറ്റ് മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതിന് അപ്പൊ അതിന്റെ കൂട്ടത്തിലെ ഒരു ചെറുത് അങ്ങനെ വരട്ടെ. എനിക്ക് തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്. കൊറേ ദിവസമായില്ലേ? കൊറേ ദിവസമായിക്കോട്ടെ. ദിവസമായി നമ്മളൊക്കെ ഒന്ന് അടുത്തിരുന്നിട്ടും സംസാരിച്ചിട്ടും ഒക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളല്ലേ നമ്മളൊന്ന് സന്തോഷിക്കുന്നത്. എന്നെ ലില്ലിനെ പോലെയല്ല, അമ്മായി അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് കള്ള് കുടിച്ചാൽ നിങ്ങളെപ്പോലെ വൃത്തികെട്ടവന്മാർ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് വേണ്ട, അമ്മായി സമ്മതിക്കൂല. അല്ല, ഗിരിജയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം, അവള് കുഴപ്പമുണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരാം. അതൊക്കെ പിന്നെ അമ്മ അലമ്പാവാത്ത കാര്യം ഞാൻ എന്തെങ്കിലും ഒക്കെ കാണിക്കും. പിന്നെ ഒച്ച പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇവർ രണ്ടാളും ഇച്ചിരി കോളം കുടിച്ചിട്ട് മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നിരുന്നോളൂ. ഗിരിജ അറിയാത്ത പോലെ കേട്ടോ, കുറച്ച് കുടിച്ചിട്ട് നമുക്ക്. ഞാൻ ഉറക്കെ സംസാരിക്കുന്ന ഒരാളല്ലല്ലോ, നീ എന്തിനാണ്? ഓ എന്റെ കനക, ഞാൻ മിണ്ടേ ഇല്ല.
അടിപൊളി. അതെ ഇപ്പൊ അമ്മയുടെ കാര്യം അമ്മ ഏറ്റല്ലോ. അപ്പൊ ഈ സാധനത്തിന്റെ കാര്യം ആരേറ്റു അതുകൂടെ പറ. നീ ആക്കൂലേ സാധനം? ഞാൻ ഇനി ഇവിടെ പോയി പഠിക്കാനായിട്ട്. പിന്നെ ഞാൻ പോവോ? എനിക്ക് ഇപ്പം പോകാനൊന്നും പറ്റില്ല. ആരും പോണ്ട, സാധനമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാ മക്കളെ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കണക്കാക്കിയിട്ടില്ല വന്ന്. അപ്പൊ ചിക്കൻ റെഡി ആയാൽ നമ്മുടെ പരിപാടി നടക്കാം അല്ലേ? ഇനി അത് കുടിക്കേണ്ട അതിപ്പല്ല ചിക്കനൊക്കെ ആയിട്ട് രാത്രി ഓടുന്നു ചായ കുടിച്ചോ. പക്ഷേ ഇത് മിലിറ്ററി തന്നെയാണ് കേട്ടാ. പട്ടാളം നീയല്ലേ ചിക്കൻ മേടിച്ചിട്ട് വന്നത്? നീ മിച്ചർ മാത്രമല്ല, നീ പോയിട്ട് 4 ലക്ഷം ചിക്കൻ എടുത്തിട്ട് വാ. അവിടെ പോയ അലമ്പാവും. ഒരലമ്പില്ല, എനിക്ക് അവളെ പേടിയിലേക്ക് ഇരിക്കാം, ഞാൻ പോയിട്ട് വരാം. ചുമ്മാ അമ്മ അലമ്പാക്കല്ലേ. നമ്മൾ എന്തിനാ ഇപ്പോൾ ഒത്തുകൂടുക? ഒന്ന് സന്തോഷിക്കണം, മനസ്സ് തുറന്ന് കുറച്ച് വർത്താനം പറയാൻ സന്തോഷമായിട്ട് ഇത് ചെയ്യുക. അപ്പം ഇത് മതി, ഇത് കറക്റ്റാണ്. നീ ഇതൊക്കെ തൊട്ടങ്ങോട്ട് നമുക്ക് നോക്കാം. മോനെ കുറച്ച് വെച്ചാലും മോനെ കുറച്ച് വെച്ചാ, മാമനെ കുറച്ച് വെച്ചാ. മാമ അതെ ഇതാ ഞാൻ പറയുന്നത്. മാമൻ പിടിവിട്ട് അല്ല, ഇത് നമ്മൾ രണ്ട് തീർത്തിട്ടല്ലേ മാമൻ എന്തരുള്ളൂ. ഏത് കാര്യത്തിലും നമുക്കൊരു ശുഷ്കാന്തി വേണം, ഒരു ചുറുചുറുപ്പ് വേണം. പിന്നേക്ക് വെക്കരുത്. പിന്നേക്ക് അതാണ് വാക്കൊന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നോക്ക് ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടണം. എന്നിട്ട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കണം. അങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂടണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. അമ്മ കുറച്ച് ഓവറാണുണ്ട്. ഞാൻ കറക്റ്റാ. നമുക്ക് മച്ചിലറേ ലുറി ലുരുളി ലുരിപ്പാല് കറക്റ്റല്ലേ? കറക്റ്റല്ലേ? ഇല്ല, ഒന്നുകൂടെ പറഞ്ഞേ. മച്ചിലറേ ലുറി ലുരുളി ലുരിപ്പാല് കറക്റ്റല്ലേ? അപ്പൊ ഇനി ഇതിപ്പോ കറക്റ്റാണ്. ഇതും കൂടെ ചെന്നാ റോങ് ആവും. ഞാൻ അങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ഞാൻ എൻ്റെ കൺട്രോൾ കണക്കാം. മച്ചിലറയിൽ ഉറിയില് അതന്നെ നാഴിപ്പാല്. ഇനിയൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ കൂടിയിരുന്ന് 2 അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പുറത്ത് പറയും. അതെങ്ങനെ പറയണേ? അതെങ്ങനെ പറയാൻ പറ്റും? എന്താ ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ 2 അടിച്ചിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പറയും. ആര് പറയും? നമ്മൾ ഓരോരുത്തരും പറയും. അത് അമ്മാവനോട് ഞാൻ യോജിക്കൂല. നമ്മള് അടിച്ചിട്ട് സത്യം വിളിച്ചു പറയുന്നത്. പിന്നെ കൊള്ളാല്ല പ്രതികളൊക്കെ വിളിച്ചിട്ട് 2 വിളിച്ചു കൊടുത്താൽ പിന്നെ സത്യം പറയില്ലേ? സത്യം പറയടാ, നമ്മുടെ ഉള്ളിലുള്ളൊക്കെ തുറന്നു പറയും. ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ വായി വരണത് മനസ്സിൽ കിടക്കണതൊക്കെ വിളിച്ച് പറയും. പക്ഷെ എന്നെ പോലുള്ളവൻ ഒരു പുണ്ണാക്ക് ഒരിടത്തും പറയൂല. അത് അമ്മ വിചാരിക്കണ്ട. ഇനി ഇതല്ല, ഇത് ഒരെണ്ണം ഒറ്റയ്ക്കിരുന്ന് കുടിച്ചാൽ ഞാൻ ഒരു വകയും മിണ്ടൂല. കനകനായാലും പറയും. നല്ല കപ്പാസിറ്റി ഉണ്ടോ? കനകം പറയും, പക്ഷേ ക്ലീറ്റോ പറയില്ല. അതാണ് കനകനും ക്ലീറ്റോ ആയിട്ടുള്ള വ്യത്യാസം. എന്താ അടിച്ചിട്ട് സത്യം പറയില്ല? നീ പറയും, ഒരു വകയും പറയില്ല. നിക്ക് ഇപ്പൊ സപ്പോസ് എനിക്ക് വിശ്വാസമേ വരുന്നില്ല. പറയണ കേള്. നിങ്ങളെ ഇത്ര സമയമായില്ലേ നമ്മളിപ്പോൾ കഴിച്ചതായി, ഉച്ച മുതൽ നമ്മൾ ഒരുമിച്ചുണ്ട്. ഇന്ന് മാർക്കറ്റിൽ പോയി പച്ചക്കറി ഞാൻ മേടിച്ചു. പച്ചക്കറി മേടിച്ചു കഴിഞ്ഞോട്ടോ, പച്ചക്കറിക്കാരനോട് ഞാൻ പറഞ്ഞു പൈസ അളിയൻ തരും. കനകം തരുന്നു. നിങ്ങൾ ആരും ഇത്ര ഇതായിട്ട് അറിഞ്ഞോ? ഞാൻ പറഞ്ഞു. അതില്ല. ഇല്ലല്ലോ പറഞ്ഞില്ലല്ലോ. ഇറച്ചി വാങ്ങിച്ചു, കോഴി വാങ്ങിച്ച് സലീമിൻ്റെ കടയിൽ നിന്ന് കോഴി വാങ്ങിച്ചിട്ട് സലീം ചോദിച്ചു, അപ്പോൾ പൈസ ക്ലീറ്റ് തരുമോ അത് കനകം തരുമോ? ഞാൻ പറഞ്ഞു കനകം തരും വെച്ചു. പക്ഷേ അവിടെയാണ് നോക്കാൻ. ഞാൻ പറഞ്ഞോ? ഇത്ര നേരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ. അതാ പറയണത്. ഞാനൊന്നും ഇനി എത്ര അടിച്ചാലും ഒരു വക ഒരു മനുഷ്യടുത്തും പറയുക. അതാണ്. പക്ഷേ പറയണൊരു ശബ്ദം കുറയേ, വേളം വെക്കില്ലേ, അലമ്പാക്കല്ലേ. അമ്മ വെച്ചിട്ട് ഓവറാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോ സന്തോഷത്തോടെ പോകണം. സന്തോഷമാണ് നമുക്ക്. സന്തോഷം വരുമ്പോ നമ്മൾ ഉറക്കം സംസാരിക്കും. ഒരാളെയും നമുക്ക് പിന്നെ പേടി ഉണ്ടാവില്ല. ഇതിപ്പോ അമ്മായി കേട്ട പ്രശ്നം. അമ്മായി കേട്ട എനിക്കെന്താ? അവൾക്കെന്താ 4 കൊമ്പുണ്ടോ? അവൾക്ക് 4 കൊമ്പുണ്ടോന്ന്?
അവള് കട്ടയ്ക്കെന്താ? അമ്മാവ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങളെ ബലത്തില്. അതെ, നിങ്ങളുടെ ബലത്തിലൊന്നല്ല. അമ്മ പേടിയില്ല, അമ്മാവേ പേടി. എനിക്ക് ഒരാളെയും പേടിയില്ല, അമ്മാവേം പേടിയില്ല. അമ്മായി പേടിയില്ല. അമ്മായി ഉണ്ട് പറഞ്ഞിട്ടില്ലേ ഞാനിത് കൂടിയത്. എനിക്കാരെ പേടി? നിങ്ങൾ ചുമ്മാ പേടിയില്ലാന്ന് വെറുതെ പറയല്ലേ. നിങ്ങൾക്ക് പേടിയൊക്കെ അത്. എനിക്ക് ഒരാളെയും പേടിയില്ലെന്ന്, ഒരാളേനും പേടി. പേടിയുണ്ട്, കുറേശ്ശെ പേടിയുണ്ട് ചില സമയത്ത്. ഗിരിജേട്ടാ എന്താ ഇത്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ സന്തോഷം കൂടിയപ്പോ വർത്താനം പറഞ്ഞപ്പോ ഇച്ചിരി ശബ്ദം കൂടി പോയതാ. വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ. തങ്കമ്മോളെ, ലില്ലിമോളെ, ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയടി. ഒരു കുഴപ്പമില്ലല്ലേ? കള്ളു കുടിച്ച് ബോധമില്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ? ഇങ്ങനെ അലമ്പ ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നത്? എന്തൊരു നാണക്കെടുന്ന് പറ. അല്ലടി കയറിപ്പോയി ദേഷ്യം വന്ന് കയറിപ്പോയി. പല കാര്യം ഉണ്ടാവുന്ന നിൽക്കാൻ ഞാൻ പറഞ്ഞു. എവിടെ പോണു? അങ്ങനെയല്ലടി. അടിക്കാൻ അറിയാത്തതിനെ ആസ്വദിക്കണം. എന്നാലും പേടിയൊന്നും പാടില്ല. നീ എന്തോന്ന് രണ്ടെണ്ണം അടിച്ചേക്ക് ഇറങ്ങി ഇങ്ങനെ ഇരുന്ന മനുഷ്യരിത് എനിക്കാണല്ലേ നിന്നെ മൂട് പോയി. ഇപ്പൊ ഏണിയായി, ആകെ ഏണിയായി ഇത്. അമ്മായി അറിയാതെ പറ്റിപ്പോയതാണ്. ഒരു ദിവസത്തേക്കൊന്ന് ക്ഷമിക്കുക അമ്മായി. എനിക്ക് വിശ്വാസമില്ല, ഇവരിനിയും മദ്യപിക്കും. 3 എണ്ണം കണക്കാ. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല അമ്മായി. ഉണ്ടാവത്തില്ല. എനിക്ക് വേണ്ട, ഞാനില്ല എന്ന് 100 വട്ടം പറഞ്ഞതാ. നിർബന്ധിച്ച് കഴിപ്പിച്ചപ്പോ സമാധാനമായില്ലേ? നിങ്ങൾ ഓട്ടോ വിളിച്ചില്ലേ? ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഓട്ടോ വന്നില്ലെങ്കിൽ എന്താ, നമുക്ക് അങ്ങോട്ട് കയറിക്കാലോ റോട്ടിലേക്ക്. നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. ആ എടാ, ഭാര്യമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ. ഭാര്യമാർ പറയണതൊന്ന് കേട്ടനുസരിച്ച് നിന്നു എന്ന് കരുതിയിട്ടേ അതിലൊരു തെറ്റും വരാൻ പോണില്ല. നീ ഞാനുണ്ടേ. മനസ്സ് വിഷമിച്ച് ഒരാഴ്ച സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിന്നവരാ. അവരെ ഒരു രാത്രി കൊണ്ട് കെട്ടിയടിച്ചപ്പോൾ സമാധാനമായില്ല രണ്ടിനും.